നോ നീഡ് ടു കട്ട് പീപ്പിൾ ഓഫ്, ജസ്റ്റ് ഗ്രോ, ദേ വിൽ ഫോൾ അവേ. ആളുകളെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ വളരുക. നമ്മുടെ വളർച്ചയുമായി പൊരുത്തപ്പെടാത്തവർ സ്വാഭാവികമായി അകന്നുപോകും. ജീവിതത്തിലെ യഥാർത്ഥ പുരോഗതി മറ്റുള്ളവരെ മാറ്റുന്നതിലല്ല, സ്വയം ഉയരുന്നതിലാണ്. നമ്മുടെ ചിന്തയും മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഉയരുമ്പോൾ നമ്മുടെ യാത്രയ്ക്ക് യോജിക്കാത്ത ബന്ധങ്ങൾ നിർബന്ധമില്ലാതെ പിന്നിലാകും. അതിൽ വിരോധമോ വൈരാഗ്യമോ വേണ്ട, വളർച്ച മാത്രം മതി. ആളുകളെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. വളരുക, അവര് കൊഴിഞ്ഞു പൊക്കോളും. ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരെ തള്ളിക്കളയുന്നതല്ല പ്രധാനം, സ്വന്തം ബോധത്തെ ഉയർത്തുകയാണ് പ്രധാനം. നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും അഹങ്കാരം കുറയുകയും ദൈവസ്മരണയും വിവേകവും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിന്തകളും അനാരോഗ്യകരമായ ബന്ധങ്ങളും സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നിന്നകലും. ഒരു വിളക്ക് തെളിയുമ്പോൾ ഇരുട്ടിനെ പുറത്താക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? വെളിച്ചം വന്നാൽ ഇരുട്ട് സ്വയം മാറിപ്പോവും. അതുപോലെ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം തെളിയുമ്പോൾ അജ്ഞാനവും അതിനെ പോഷിപ്പിക്കുന്ന ബന്ധങ്ങളും സ്വാഭാവികമായി ക്ഷയിക്കും. അതുകൊണ്ട് ആത്മീയ സന്ദേശം ഇതാണ്: മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കരുത്, ആരോടും വിദ്വേഷം പുലർത്തരുത്. നമ്മുടെ സത്യത്തിലും ധർമ്മത്തിലും ദൈവഭക്തിയിലും ഉറച്ചു നിൽക്കുക. നമ്മൾ വളരുമ്പോൾ നമ്മുടെ വളർച്ചയോട് യോജിക്കാത്തതെല്ലാം സ്വാഭാവികമായി അകന്നുപോകും. ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ സാത്വിക ഗുണം വർദ്ധിക്കുമ്പോൾ രാജസ താമസ ഗുണങ്ങളുടെ സ്വാധീനം കുറയും. വെളിച്ചം വർദ്ധിക്കുമ്പോൾ ഇരുട്ട് അകന്നു പോകുന്നത് പോലെ ആത്മീയ വളർച്ചയിലൂടെ ജീവിതത്തിലെ അനാവശ്യമായ ആസക്തികളും ബന്ധനങ്ങളും സ്വയം വിട്ടുമാറും.